നമസ്കാരം. ചൈനയുടെ തീരക്കടലിൽ നിന്ന് തൊടുത്താൽ പോലും അമേരിക്കൻ വൻകരയിലെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ ഇതിന് കഴിവുണ്ടത്രേ. ജീൻ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട 6 ആണവ അന്തർവാഹിനികളാണ് ചൈനയുടെ ഈ അണ്ടർ വാട്ടർ സൈനികരിലെ സൂപ്പർ സ്റ്റാറുകൾ. ഈ നീക്കത്തിലൂടെ ചൈന ലോകത്തിന് വ്യക്തമായ ഒരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്: ഞങ്ങൾ ശക്തി കൂട്ടാൻ ഒരുക്കമാണ്. പക്ഷേ ഈ ഷോ എല്ലാവരെയും രസിപ്പിച്ചില്ല. ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾ ഈ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ചു. 1986 കരാർ പ്രകാരം ആണവമുക്ത മേഖലയായി പ്രഖ്യാപിച്ച സൗത്ത് പസഫിക്കിൽ വെച്ചാണ് ഈ പരീക്ഷണം നടന്നത്. ഇത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. ഇതൊരു പതിവ് സൈനിക പരിശീലനം മാത്രമാണെന്ന് ചൈന അവകാശപ്പെട്ടെങ്കിലും അതിർത്തിക്ക് പുറത്ത് ഇത്തരം മിസൈൽ ഡാൻസ് ചൈനയ്ക്ക് അപൂർവമാണ്. ഈ ലോക രാഷ്ട്രീയത്തിലെ ട്വിസ്റ്റുകൾ ഒരു ഹോളിവുഡ് തിരക്കഥയെപ്പോലും വെല്ലുന്നതാണ്. അമേരിക്ക, ഇന്ത്യ, റഷ്യ തുടങ്ങിയ വൻ ശക്തികളും സമാനമായ മിസൈൽ പരീക്ഷണങ്ങൾ കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയിട്ടുണ്ട്. എങ്കിലും ചൈനയുടെ ഈ പുതിയ ഓപ്പണിംഗ് ഷോ ലോകശ്രദ്ധ തങ്ങളിലേക്ക് തിരിക്കാൻ പോകുന്നതായിരുന്നു. ചൈനയുടെ പക്കൽ നിലവിൽ JL-2, JL-3 എന്നീ 2 തരം സബ്മറൈൻ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഉള്ളത്. ചൈനീസ് തീരക്കടലിൽ നിന്ന് തൊടുത്താൽ പോലും അമേരിക്കൻ വൻകരയിലെ ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ളതാണ് JL-3 മിസൈലുകൾ എന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ജീൻ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട 6 ആണവ അന്തർവാഹിനികളാണ് നിലവിൽ ചൈന പ്രധാനമായും ഉപയോഗിക്കുന്നത്. എന്തായാലും ലോകരാജ്യങ്ങളെ അങ്കലാപ്പിലാക്കിക്കൊണ്ടാണ് പസഫിക് സമുദ്രത്തിൽ ചൈനയുടെ വമ്പൻ ശക്തി പ്രകടനം. റഷ്യൻ നാവികസേനയെ ഒപ്പം നിർത്തി വാർഷിക സംയുക്ത സൈനികാഭ്യാസം കൊഴുപ്പിക്കുന്നതിനിടയിലാണ് ലോകത്തെ ഏത് വൻ ശക്തിയെയും തകർക്കാൻ ശേഷിയുള്ള തന്ത്രപ്രധാനമായ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ചൈന വിജയകരമായി പരീക്ഷിച്ചത്. കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 6 ഉച്ചയ്ക്ക് 12:01 പസഫിക് സമുദ്രത്തെ നടുക്കിക്കൊണ്ട് ഈ വമ്പൻ മിസൈൽ ചൈനീസ് മണ്ണിൽ നിന്നും കുതിച്ചുയർന്നതെന്ന് ചൈനീസ് നാവികസേനാ വക്താവ് വാങ് ഷുമെങ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സാധാരണ പരീക്ഷണങ്ങൾ പോലെ രഹസ്യമായിട്ടായിരുന്നില്ല ചൈനയുടെ ഇത്തവണത്തെ കളി. കപട യുദ്ധമുന ഘടിപ്പിച്ച മിസൈൽ പസഫിക് സമുദ്രത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിക്കുകയായിരുന്നു. കിഴക്കൻ ചൈനയിലെ തന്ത്രപ്രധാന സൈനിക തുറമുഖമായ കിങ്ഭാക്കോയ്ക്ക് സമീപം റഷ്യൻ യുദ്ധക്കപ്പലുകളും ചൈനീസ് നാവികസേനയും ചേർന്ന് വലിയ നാവികാഭ്യാസത്തിന് തുടക്കമിട്ട അതേ ദിവസം തന്നെയാണ് ഈ മിസൈൽ പരീക്ഷണവും നടന്നത് എന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. മിസൈൽ പരീക്ഷണം ഈ സംയുക്താഭ്യാസത്തിന്റെ ഭാഗമാണോ എന്ന് ചൈന തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും റഷ്യയും ചൈനയും ചേർന്നുള്ള ഈ അച്ചുതണ്ട് പസഫിക് മേഖലയിൽ വലിയ യുദ്ധഭീതിയാണ് വിതയ്ക്കുന്നത്. തങ്ങൾക്ക് പരീക്ഷണത്തെക്കുറിച്ച് ചൈന മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് ന്യൂസിലൻഡും പാപ്പുവ ന്യൂഗിനിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതാദ്യമായിട്ടല്ല ചൈന പസഫിക്കിൽ വന്ന് വടിയെടുക്കുന്നത്. 2024 സെപ്റ്റംബറിൽ ഫ്രഞ്ച് പോളിനേഷ്യയ്ക്ക് സമീപം ചൈന സമാനമായ രീതിയിൽ ദീർഘദൂര മിസൈൽ പരീക്ഷണം നടത്തി ലോകത്തെ ഞെട്ടിച്ചിരുന്നു. അന്താരാഷ്ട്ര ജലാതിർത്തിക്ക് മുകളിലൂടെ 40 വർഷത്തിനിടയിൽ ചൈന നടത്തുന്ന ആദ്യത്തെ ദീർഘദൂര മിസൈൽ വിക്ഷേപണമായിരുന്നു അത്. അന്ന് തുടങ്ങിയ കളി ഇപ്പോൾ 2026 എത്തി നിൽക്കുമ്പോൾ ചൈന അതൊരു പതിവ് പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ്. മേഖലയിലെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളും നാവിക നീക്കങ്ങളും ചൈനയുടെ സ്ഥിരം ശൈലിയായി മാറുമെന്ന് ന്യൂസിലാൻഡ് പ്രതിരോധ സേന മുൻപ് തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു.